ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വിശ്വനാഥൻ പറ്റിച്ചുകൊണ്ട് പോയ ആ പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ സച്ചിവും രേവതിയും അവരുടെ ജോലി വരെ മാറ്റിവെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടു പോകുന്നത്. വിശ്വനാഥന്റെ അരികിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സിനിമാ നടൻ കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ അഡ്രസ് ഒക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മുടെ രേവതി ചെല്ലുന്നുണ്ട്. അവിടെ സ്ഥിരമായിട്ട് പൂ കൊടുക്കാനുള്ള ഓർഡർ മേടിക്കാനെന്ന് പറഞ്ഞിട്ടാണ് കയറി പറ്റുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ അയാളെ കുറിച്ചിട്ട് വിവരങ്ങളൊന്നും അന്വേഷിക്കുന്നൊന്നുമില്ല. എല്ലാ ദിവസവും രേവതിക്ക് പൂ കൊടുക്കാനുള്ള ഓർഡർ അവർ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിയും അതുപോലെ തന്നെ രേവതിയും സുധീരയും ശ്രുതിയുടെയും കാര്യങ്ങളൊന്നും ഇടപെടുന്നത് രണ്ടുപേർക്കും ഇഷ്ടമല്ല. പക്ഷെ അവരുടെ പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എപ്പം പണം കിട്ടും എന്നുള്ള കാര്യമാണ് സുധി ആദ്യം തന്നെ ചോദിക്കുന്നത്. ഇത് കേട്ട സച്ചിയാണെങ്കിൽ എടാ ഒരു ആ എന്നുള്ള ലെറ്റർ മാത്രമേ ഇപ്പൊ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ആ ഈ അങ്ങനെ ഒരുപാട് അറിയാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും ഒരുപക്ഷെ ആളെ കണ്ടെത്താൻ പറ്റിയിട്ടും പണം നമുക്ക് തിരികെ കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ എന്ന് രേവതി പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞത്? പണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നാളായല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം പണം ചെലവാക്കി കാണല്ലോ എന്ന് രേവതി ഇങ്ങനെ സംശയം പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചിയും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയത് അയാൾ എന്തായാലും സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും 5 സ്റ്റാർ സ്റ്റേക്കൊക്കെ വേണ്ടിയിട്ട് അയാൾ ഒരുപാട് കാശ് എന്തായാലും ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. രേവതി നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പണം മോഷ്ടിച്ച ആളെ എന്തായാലും ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് പലിശ മേടിച്ച് തിന്നൊന്നുമില്ലല്ലോ. അവൻ എന്തായാലും ജോളിയായിട്ട് വലിയ വലിയ ഹോട്ടൽസ് സ്റ്റേയും ഫുഡും അതുപോലെ ടൂറൊക്കെ ആയിട്ട് പണം നന്നായിട്ട് ചെലവാക്കിയിട്ടുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണല്ലോ അവര് പണം മോഷ്ടിക്കുന്നത്. ഇത് കേട്ട് ശ്രുതിക്കും സുധിക്കും ടെൻഷൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രയാണെങ്കിൽ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രവിയേട്ടാ ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോ പണം തിരികെ കിട്ടില്ലേ? നമ്മൾ എന്തിനാണ് ഓരോന്ന് കൽപ്പിച്ചുണ്ടാക്കുന്നത്? പണം മോഷ്ടിച്ച ആള് എന്തായാലും പണം പെട്ടെന്ന് തന്നെ ചെലവാക്കി കളയില്ല. കാരണം അയാൾക്ക് ചെറിയൊരു ഭയം ഉണ്ടാകും. അങ്ങനെ മുഴുവൻ ചെലവാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അവനെ പിടിക്കണം. അച്ഛാ അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും കൈയോടെ പോക്കാം. അതൊക്കെ ശരി തന്നെയാണ് സജി. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നടക്കുന്ന ആൾക്കാരുടെ പിന്നില് ഒരുപാട് ആൾക്കാരുണ്ടാവും. അവര് അടിയും പിടിയൊക്കെ ആയിട്ട് നടക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം അച്ഛൻ പറയുകയാണെ. അതൊക്കെ അച്ഛാ ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി രേവതി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ചുമ്മാ ചുറ്റിക്കറങ്ങാൻ വേണ്ടി നിൽക്കണ്ട. ഇപ്പോ സമയം എത്രയായി? നീ ഇതുവരെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല രേവതി എന്ന് ചോദിക്കുകയാണേ. അമ്മേ ഞങ്ങൾ രണ്ടുപേരും കടയിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ഓഹോ അപ്പോ ഞങ്ങള് പട്ടിണി കിടക്കണോ? അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും വേണ്ടിയിട്ട് ഭക്ഷണം മേടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കേണ്ടതെന്ന് സുധി ചോദിക്കുന്നുണ്ടേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി മേടിച്ചിട്ട് കഴിക്കടാ എന്ന് സച്ചി പറയാണേ. എടാ നീ എന്താണ് സച്ചി പറയുന്നത്? അവർക്കും കൂടി ചേർത്തിട്ട് വേണ്ടേ മേടിക്കാൻ വേണ്ടിയിട്ട്? അയ്യോ അച്ഛ അങ്ങനെ പറയരുത്. അച്ഛ അവൻ പട്ടിണി ഇരിക്കല്ലേ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാന് ബിരിയാണി മേടിച്ചിട്ട് അവന് കൊണ്ടുപോയി കൊടുത്തു. അവനത് മൂക്കുമുട്ടം തിന്നിട്ട് അവസാനം എന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഭക്ഷണം മേടിച്ചോണ്ട് വന്നിട്ട് ഈ കട കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ എന്ന്. അത് മാത്രമല്ല അച്ഛ പൗഡർ എടുത്തി ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് രേവതി ടിഫിൻ എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി കൊടുത്തു. അതിന് ആന്റി എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കണ്ടിട്ട് രേവതിക്ക് ഭയങ്കര സന്തോഷാണല്ലേ എന്നുള്ള കാര്യം ചോദിച്ചു. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രുതി തലതാഴ്ത്തുവാണ്. ഭാര്യയും ഭർത്താവും അച്ഛ ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഭക്ഷണം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത്? രേവതി എന്റെ അടുത്ത് പറഞ്ഞത് എല്ലാവർക്കും ഭക്ഷണം മേടിക്കുക എന്നാണ്. പക്ഷെ ഞാനാണ് വേണ്ട എന്ന് പറഞ്ഞത്. വെറുതെ നമ്മൾ മേടിച്ചു കൊടുത്ത് അതും തിന്നിട്ട് നമ്മൾ നേർക്ക് തന്നെ ചാടും. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്? അപ്പോ ഞങ്ങൾ എന്താണ് കഴിക്കുക എന്നുള്ള കാര്യം സുധി ചോദിക്കുന്നുണ്ട്. പൗഡർ എടുത്തല്ലേ നിൽക്കുന്നത്? എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ വേണ്ടി പറയടാ. മോനും അതുപോലെ തന്നെ മരുമോൾക്കും ഭക്ഷണം മേടിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഹോട്ടലിലെ ഭക്ഷണം വേണ്ട രവിയേട്ട എന്ന് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട രേവതി ആണെങ്കിൽ അമ്മേ നല്ലൊരു മെസ്സെന്നാ മേടിച്ചത്. അവിടെ ഒരു ചേച്ചി നടത്തുന്ന കടയാണ്. ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്നത് പോലെയാണ്. ശരീരത്തിന് ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി നീ പോയിട്ട് ഭക്ഷണം എടുത്തു വെക്ക്. രണ്ടുപേരുടെ ഭക്ഷണം നമുക്ക് 4 പേർക്ക് കഴിക്കാം എന്ന് രവി പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ വേണ്ട അമ്മ രേവതിയുടെ അടുത്ത് ദോശ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പറയുന്നു പറയാണേ. ഇത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ കേട്ടില്ല അച്ഛൻ അവൻ പറയുന്നത്. അവന്റെ ഭാര്യയെ തൊട്ടരികിൽ വെച്ച് നിർത്തിയിട്ട് എന്റെ ഭാര്യയുടെ അടുത്ത് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. പൗഡർ എടുത്തിട്ട് ഭക്ഷണം അവൻ അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. രേവതി ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ അവൻ ഏമ്പക്കം വരുള്ളൂ എന്നുള്ള കാര്യം തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല, എപ്പം ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നീ പോയിട്ട് ശ്രുതി ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണേ. അത് കഴിഞ്ഞ് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ വലിയ ഡിസ്കഷനൊക്കെ ചോദിച്ചുകൊണ്ടാണ് വർഷ ഉള്ളിലേക്ക് കയറി വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷൻ ആണെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വന്നല്ലോ. അതുകൊണ്ട് സുധിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും വേണ്ടിയിട്ട് രേവതിയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഐഡിയ ഇറക്കുവാണ് കേട്ടോ ചന്ദ്ര.
നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ ഭക്ഷണം ഇവർ മേടിച്ചിട്ട് വന്നിട്ടുള്ളൂ. ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും എന്ത് കഴിക്കും, അതുകൊണ്ട് വേഗം രവിയുടെ അടുത്ത് എന്തെങ്കിലും പോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ രവിയേട്ട എന്ന് ചന്ദ്ര പറയാനായിട്ട് ചെയ്യുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, ഞങ്ങൾ കഴിക്കാനുള്ള പിസ്സ മേടിച്ചിട്ടാണ് വന്നതെന്ന് പറയണേ. ഇവളൊരുത്തി പിസ്സ പാസാന്ന് പറഞ്ഞ് നടന്നോളൂന്ന് ചന്ദ്ര ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ എന്താ ആന്റി എന്ന് വർഷ ചോദിക്കുകയാണേ. ഒന്നുമില്ല, നിങ്ങളും കടയിൽ നിന്ന് വാങ്ങിച്ചു വന്നോ എന്ന് ചോദിച്ചതാണ്. അതെ ആന്റി, രേവതി ചേച്ചി ഭക്ഷണം മേടിക്കുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഭക്ഷണം ചേർത്ത് മേടിക്കട്ടെ എന്നുള്ള കാര്യം ചോദിച്ചപ്പോ വേണ്ട, ഞങ്ങൾക്ക് ഉള്ളത് ഞങ്ങൾ മേടിച്ചോളാം എന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയാണെങ്കിൽ രേവതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണേ. അങ്ങനെയാണെങ്കിൽ ശ്രുതി എന്തായാലും ശ്രുതിക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ, വാ ചന്ദ്രേ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ശ്രുതിയും കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട രവിയേട്ട, രേവതി കുറച്ച് പാല് ചൂടാക്കി തന്നാൽ മതി എന്ന് പറയണേ. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, അതും രേവതി തന്നെ ചെയ്തു തരണോ? പൗഡർ എടുത്ത് എന്തായാലും ദോശ ചുടാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അച്ഛാ അമ്മയ്ക്കുള്ള പാലും കൂടി ചൂടാക്കി കൊടുക്കാൻ വേണ്ടി പറയാന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് സച്ചി അങ്ങ് പോവാണേ. അങ്ങനെ എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഓരോന്നും പറയാനുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുമ്പോൾ വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിയാണേ. ആന്റി എന്ന് പറഞ്ഞിട്ട് പേടിച്ചും കൊണ്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ ഈ വീട്ടില് നമുക്കുള്ള മര്യാദ എത്രത്തോളാന്ന്. പണം കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ വീട്ടിൽ മര്യാദ കിട്ടുള്ളൂ. ഉടനെ തന്നെ പണം അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാനുള്ള വഴി നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് ഈ വീട്ടിൽ നാണം കെട്ട് പോകാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ കാരണം എന്റെ മര്യാദയും കുറഞ്ഞു വരുവാണ്. പെട്ടെന്ന് തന്നെ പണം ഏർപ്പാടാക്കാനുള്ള വഴി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യത്തിൽ ഇങ്ങനെ ഒരു സംസാരിക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ വേഗം ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുക്കളയിലാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രുതി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ഒരു ഭാഗത്താവുന്നുണ്ട്, അതേസമയം പാലപ്പുറത്ത് തിളപ്പിക്കുന്നുണ്ട്. ദോശയാണെങ്കിൽ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എല്ലാം ദോശക്കല്ലിനകത്ത് ഒട്ടിയിട്ട് കറക്റ്റ് കിട്ടുന്നില്ലേ. ഇത് കണ്ട വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ചേച്ചി നിങ്ങളെന്താ ദോശയുമായിട്ട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുകയാണേ. അല്ല വർഷയെ, ദോശ കല്ലിനകത്ത് പിടിക്കുന്നു, ദോശക്കല്ല് ശരിയില്ല എന്നാ തോന്നുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ വർഷ പറയുന്നത്, അത് ചേച്ചി നമ്മൾ ഈ ഡാൻസ് കളിക്കാൻ അറിയാത്ത ആൾക്കാർ പറയല്ലോ സ്റ്റേജ് ശരിയില്ല എന്ന്, അതുപോലെയുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കൊത്തു പൊറോട്ട ഇല്ലേ, അതുപോലെ ചേച്ചി കൊത്തു ദോശയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് അങ്ങനെ ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ടൊക്കെയാണല്ലോ പറയുന്നത്. അത് ശ്രുതിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെ ഈ ശ്രുതി ചേച്ചി പിസ്സ കഴിച്ചതിന് ശേഷം ഭയങ്കര ഒരു അസിഡിറ്റി പോലെ എനിക്ക് ഒരു ചായ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണേ. ഞാൻ ചായ ഉണ്ടാക്കാനോ? അതെന്താ, ചേച്ചിയല്ലേ ഇപ്പൊ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി ചേച്ചി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇരിക്കണം, അതിനാണെങ്കിൽ രേവതി തന്നെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം ശ്രുതി പറയുന്നത്. പ്ലീസ് ചേച്ചി ഒന്നും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദോശയുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം വർഷ കണ്ടിട്ട് ഇങ്ങനെ പുറകിൽ ചിരിച്ചോണ്ട് നിൽക്കുവാണേ. അതിനിടയ്ക്ക് രേവതി കയറി വരുന്നുണ്ട്. ദോശ എത്ര ശ്രമിച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ശ്രുതി നീ എന്തായി കാണിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോ ദോശയുമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് കളിയാക്കിയിട്ട് വർഷ പറയാണേ. ദോശ ഒഴിക്കുന്നതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ എടുക്കുന്ന സമയത്ത് കിട്ടുന്നില്ല, അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിയും അതുപോലെ തന്നെ വർഷയും നല്ല ചിരിയാണേ. അവർ രണ്ടുപേരും ചിരിക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തിനാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ചിരിക്കുന്നത്? എല്ലാവരും എന്നെ നോക്കി ചിരിക്കാൻ വേണ്ടി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ശ്രുതി. അതുകൊണ്ടല്ല ശ്രുതി, ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ തടവിയായിട്ടായിരുന്നോ, അതുപോലെ തന്നെ ഈ തീയും കുറച്ച് വെക്കണം, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രേവതി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രേവതി ഉണ്ടാക്കി കൊടുക്കുമല്ലോ കേട്ടോ, ദോശ എണ്ണയൊക്കെ താക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ദോശക്കല്ല്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറയാണ്. പക്ഷെ ശ്രുതി വീണ്ടും ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നതെന്ന് പറയുകയാണേ. അത് കേട്ട് വർഷയും അതുപോലെ തന്നെ രേവതിയും ചിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ശ്രുതി ദോശ റെഡിയായോ പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വിളിക്കുന്നത്. ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട്. അതേസമയം ചന്ദ്രയും ഒപ്പം ചെന്നിരിക്കുന്നുണ്ട്. എന്തോ രോക്ഷത്തിന്റെ പേരിൽ ആ ഭക്ഷണം ഞാൻ കഴിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്, എനിക്കും വല്ലാണ്ട് വിശക്കുന്നുണ്ട്, ശ്രുതി എനിക്കും 2 ദോശ എടുത്തോ എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട വർഷയാണെങ്കിൽ ആന്റി ദോശയല്ല ഊത്തപ്പാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് കളിയാക്കുവാണേ. ശ്രുതി എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാ, എനിക്ക് വല്ലാതെ വിശക്കുന്നു പറഞ്ഞിട്ട് ശ്രുതി അവിടെ കിടന്ന് അലറുന്നുണ്ട്. അതേസമയം ദോശ നോക്കാതെ എങ്ങനെ നിൽക്കുന്ന ശ്രുതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അത് മറിച്ചിടാൻ വേണ്ടി രേവതി പറയാണ്. അതിനിടയ്ക്ക് വർഷയാണെങ്കിൽ ടീ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ ടീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചായ ഉണ്ടാക്കിയ പാത്രം തൊട്ടിട്ട് കൈ പൊള്ളുന്നുണ്ട്. തുടർന്ന് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ശർക്കര അതിനകത്ത് മധുരം ഇട്ടായിരുന്നു എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോഴാണ് ഇപ്പൊ ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് ഉപ്പിന്റെ പാത്രം എടുത്തിട്ട് അത് ഇടാൻ വേണ്ടി പോകുന്നത്. അത് കണ്ട രേവതി അത് ഉപ്പാണ് എന്നും പഞ്ചസാര അപ്പുറത്താണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വിധത്തില് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചു നോക്കിയ വർഷയാണെങ്കിൽ വായ പോലും വെക്കാൻ വേണ്ടി കൊള്ളില്ല എന്ന് രേവതിയുടെ അടുത്ത് പറയാണ്. അവിടുന്ന് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രേവതി അവിടുന്ന് സ്കൂട്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ പിടിച്ചു നിർത്താനായിട്ട് രേവതിയെ. ഇതെല്ലാം കണ്ടിട്ട് പോവാൻ ചേച്ചി, ഒന്ന് നിൽക്കുക ചേച്ചി എന്നിട്ട് അവര് തമാശ രീതിയിൽ കാണണം എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അതേസമയം അമ്മയും മോനും വിശന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും കിടന്ന് അലറുന്നുണ്ട്.
ദോശ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചമ്മന്തി അരയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. ചമ്മന്തിയൊക്കെ അരച്ചതിന് ശേഷം ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കും കൊണ്ടുപോയിട്ട് ചമ്മന്തിയും കൊടുക്കുന്നുണ്ട്, ദോശയും കൊടുക്കുവാണേ. ദോശ പകുതി വെന്തിട്ടില്ല, ചിലതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ചമ്മന്തിയാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ എരിവും. അതേസമയം അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ശ്രുതി വീണ്ടും അടുക്കളയിലേക്ക് വരുമ്പോ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താണെന്ന്. നീ ചായ അല്ലേ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് ചായയൊക്കെ തന്നെയാണ്, പക്ഷെ ചേച്ചി ഇട്ടു തന്നിരിക്കുന്ന ഈ സാധനത്തിന്റെ പേരെന്താന്നാണ് എനിക്കറിയാത്തത്. രേവതി ചേച്ചി ഇട്ടു തരുന്നത് പോലത്തെ ചായയാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഇതിന് കഷായം എന്ന് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. രേവതി ചേച്ചി ഇതൊന്ന് കുടിച്ചു നോക്കെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലേക്ക് വർഷ ആ ചായ കൊടുക്കുന്നുണ്ട്. രേവതി ഇത് കുടിച്ചില്ല, ജസ്റ്റ് മണത്ത് നോക്കുമ്പോഴേക്ക് തന്നെ അത് മണത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വായിൽ വെക്കാൻ വേണ്ടി കൊള്ളില്ല എന്ന്. ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട്, നിനക്ക് ചായയല്ല വേണ്ടത്, ഞാൻ ഉണ്ടാക്കി തരാം എന്ന്. അങ്ങനെ ശ്രുതി അവിടുന്ന് ദേഷ്യം പിടിച്ച് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ഇത്രയും എരിവുള്ള സാധനം ആരാണ് കഴിക്കുക എന്ന് ചന്ദ്രയും ചോദിക്കുന്നുണ്ട്. അതുപോലെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് ഞാൻ ഓർഡർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണേ. അവരെണീറ്റ് പോയി ആ ദേഷ്യത്തിൽ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വാഷ് ബേസിനിൽ വെച്ചിട്ട് അവിടെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ശ്രുതി. ആ ശ്രുതിയുടെ അടുത്ത് രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന്. എന്താ, ഇനി നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണോ എന്ന് രേവതിയുടെ അടുത്ത് ശ്രുതി ചോദിക്കുമ്പോ, അതൊന്നുമല്ല, നീ ഒരുപാട് കടമൊക്കെ മേടിച്ചിട്ടുണ്ടല്ലേ. അതെന്താ രേവതി നീ അങ്ങനെ ചോദിച്ചത്? അല്ല ശ്രുതി, നീ എവിടുന്നൊക്കെയാണ് കടം മേടിച്ചതെന്ന് ചോദിക്കുമ്പോ, ഞാൻ ആരുടെ നിന്ന് കടം മേടിച്ചു എന്നാ? ആന്റണിയുടെ അടുത്തുനിന്ന് നീ പലിശയ്ക്ക് പണം മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെ. അത് കേട്ട് ശ്രുതി ആകെ ഷോക്കായ പോലെ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെങ്ങനെയാ നിനക്കറിയുന്നതെന്ന്? എന്റെ അനിയനും അവനും ഫ്രണ്ടായിരുന്നു മുമ്പ്, ഇപ്പൊ അല്ല. നിനക്കറിയാലോ ആന്റണി ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം. ശ്രുതിക്കാണെങ്കിൽ കയ്യും കാലം വിറയ്ക്കുന്നുണ്ട് കേട്ടോ രേവതി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട്. അമ്മയുടെ പണം മോഷ്ടിച്ചതിന് കാരണം ആ ആന്റണിയാണ്. അതിനുശേഷം ശരത്തും ആന്റണിയുമായിട്ട് നല്ല രീതിയിലല്ലായിരുന്നു. അതിന്റെ വാശിയിലാണ് ശരത്ത് ആ മോഷ്ടിക്കുന്ന വീഡിയോ ആന്റണി പുറത്തുവിട്ടത്. രേവതി ഈ കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോഴും വർഷയാണ് കേട്ടോ ശരിക്കും ശ്രുതിയുടെ എക്സ്പ്രഷൻ എന്താണ്, ശ്രുതിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നത്. രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ വർഷ പറയുന്നുണ്ട്, ചേച്ചി ഇതാ ചായ തിളയ്ക്കുന്നു, അത് നോക്കുമെന്ന്. രേവതി ചായ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, അല്ല ശ്രുതി ചേച്ചി എന്താ ഭയങ്കരമായിട്ട് വേർക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അല്ല, അടുക്കളയിൽ ഭയങ്കര ചൂടാണല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. അല്ല, ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടേ. അതിനിടയ്ക്ക് രേവതി പറയുന്നുണ്ട്, ആന്റണിയുടെ അടുത്തു നിന്നൊന്നും പണം പലിശയ്ക്ക് മേടിക്കേണ്ട ശ്രുതി. ആരാണ് ചേച്ചി അത് എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അതാണ് ആ റൗഡി. സച്ചേട്ടനും അതുപോലെ അവനും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, എന്റെ അനിയൻ പണ്ട് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ റൗഡി തന്നെ. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ, ശ്രുതി ചേച്ചി ഓൾറെഡി നിങ്ങളടുത്ത് നിന്ന് ഒരാള് പണം അടിച്ചോണ്ട് പോയിട്ടുണ്ട്, ഇനിയും വീണ്ടും ഓരോരോ വള്ളിക്കെട്ടിൽ പോയിട്ട് ചാടാതിരിക്കൂ. ഇതുപോലെ തന്നെ ഓവറായിട്ട് പലിശയ്ക്ക് പണം മേടിച്ച് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റാതെ സൂയിസൈഡ് ചെയ്ത ആൾക്കാരും ഉണ്ട്. കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വർഷ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയും, ആ ആന്റണി എന്ന് പറയുന്നത് ഒരു ഫ്രോഡാണ്, അവന്റെ അടുത്ത് നിന്നും പണം മേടിക്കണ്ട. അങ്ങനെ അതെല്ലാം കേട്ടിട്ട് അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് രേവതിയാണെങ്കിൽ വർഷയ്ക്ക് ചായ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് നിങ്ങൾ രണ്ടുപേരുടെയും അഡ്വാൻസിനും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ശ്രുതി പോകുന്നത്. അത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ, ഇവര് നമ്മളെ പരിഹസിച്ച് പോകുന്നത് പോലെയാണല്ലോ താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്നത്. നമ്മള് എന്തായാലും അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോൾ, ചേച്ചി ആ ആളെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവള് ഭയങ്കരമായിട്ട് ഷോക്കായി, ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവുകയും ചെയ്തു. വീണ്ടും ഈ ശ്രുതി ചേച്ചിയും അതുപോലെ തന്നെ സുധിയേട്ടനും കൂടി എവിടെയെങ്കിലും പോയിട്ട് പറ്റിക്കപ്പെടാണ്ടിരുന്നെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് വർഷം അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് ആന്റണിയുടെ അടുത്ത് നിന്ന് ശ്രുതി കടം മേടിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രീകാന്തിന്റെ അടുത്ത് പറയാനുണ്ട് നമ്മുടെ സച്ചി. കടം മേടിച്ചു എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നത്, ശ്രുതി ചേച്ചി വലിയ വീട്ടിലെ പെണ്ണല്ലേ, പിന്നെ എന്തിനാണ് ഇവനെ പോലത്തെ ആൾക്കാരുടെ നിന്നൊക്കെ കടം മേടിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെ വലിയ വീട്ടിലെ ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ കടം മേടിക്കുന്നതെന്നും, കടം മേടിച്ചിട്ടാണ് അവരുടെ പത്രാസ് കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സച്ചി തിരിച്ചു പറയുന്നത്. അങ്ങനെ അവരുടെ സംസാരത്തിനിടയ്ക്ക് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കാണുവാണ്. സച്ചി അങ്ങോട്ട് മാറി നിന്നിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് കാര്യം ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം സച്ചി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതി അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാവില്ലല്ലോ. അതുകൊണ്ടാണ് ശ്രുതി വരുന്നത് കാണുമ്പോൾ തന്നെ, ശ്രുതിയേട്ട ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അരികിലേക്ക് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെന്തെങ്കിലും കടം മേടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാനോട്ടോ ശ്രീകാന്ത്. ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ അടുത്ത് കടം മേടിക്കുന്നത്, എന്റെ പൈസയാണല്ലോ മറ്റുള്ളവര് എടുത്തോണ്ട് പോകുന്നത് പറ്റിച്ചിട്ട്. ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ, അതിനിപ്പോ എന്ത് ചെയ്യാനാടാ, നീ ചെയ്ത കാര്യങ്ങളല്ലേ നിനക്ക് നടക്കുള്ളൂ, കർമ്മ ഈസ് ബൂമറാണ്, അങ്ങനെയാണല്ലോ പറയുന്നത്. അത് ചുറ്റിവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരികെ വരുമല്ലോ. അത് ശരിയാണ്, ഇവൻ നമ്മുടെ പണം എടുത്തോണ്ട് പോകും, ഇവന്റെ പണം വേറെ ആരെങ്കിലും എടുത്തോണ്ട് ഓടും. സച്ചി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവന്റെ കളിയാക്കൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ വിളിച്ചതെന്നുള്ള കാര്യം ശ്രീകാന്തിന്റെ അടുത്ത് ശ്രുതി ചോദിക്കുന്നുണ്ടേ. അതല്ല ശ്രുതിയേട്ടാ, ശ്രുതി ചേച്ചി റൗഡികളുടെ അടുത്ത് നിന്നൊക്കെ പണം മേടിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ആര് ശ്രുതിയോ റൗഡിയുടെ അടുത്തുനിന്നോ? അതേ ശ്രുതിയേട്ടാ, ആ ആന്റണി ഇല്ലേ, സച്ചിയേട്ടൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ള രീതിയിൽ ഫേക്ക് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ലേ, അവൻ കൊള്ള പലിശയ്ക്ക് പണം കൊടുക്കുന്നവനാണ്. അവന്റെ കയ്യിൽ നിന്നാണ് ശ്രുതി ചേച്ചി പണം മേടിച്ചിരിക്കുന്നത്. ശ്രുതി എന്തിനാണ് അതൊക്കെ പോയി മേടിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുകയാണേ. ശ്രുതി ചേച്ചി അത് മേടിച്ചിട്ടുണ്ട്,
ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നത് നിന്റെ അടുത്ത് ആരാണ് ഈ കാര്യം പറഞ്ഞതെന്നാണ്. സച്ചിയേട്ടനാണ്. ഇവൻ പറഞ്ഞതൊക്കെയാണോടാ നീ വിശ്വസിക്കുന്നത്? വെറുതെ ഇവൻ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണെന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. നീ വീണ്ടും എവിടെയെങ്കിലും പോയി ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണെന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അല്ലെങ്കിലും ശ്രുതി കടം മേടിച്ചു എന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിയാന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് ഡയറക്റ്റ് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി ശ്രീകാന്ത് തന്നെയാണ് കേട്ടോ പറയുന്നത്. രേവതി ചേച്ചിയുടെ അനിയൻ ശരത് ഉണ്ടല്ലോ, അവൻ ആ ആന്റണിയുടെ കൂടെയായിരുന്നു കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനാണ് പറഞ്ഞത്. ഓ അതാണോ? ആ കൊള്ള സംഘത്തിന്റെ കൂടെയാണല്ലോ ഇവന്റെ ഭാര്യയുടെ അളിയൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേടാ, ആ കള്ള കൂട്ടങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നിന്റെ ഭാര്യയും കടം മേടിച്ചിരിക്കുന്നത്. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, സുധിയേട്ടാ പണത്തിന്റെ കാര്യത്തില് സുധിയേട്ടനായാലും ശ്രുതി ചേച്ചിയാണെന്നുണ്ടെങ്കിലും തെറ്റായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമാണല്ലോ പണം മേടിക്കുന്നത്. കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ സുധിയേട്ടാ. ഈ റൌഡികളുടെ അടുത്ത് നിന്നൊക്കെ പോയിട്ട് കടം മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവന്റെ അളിയൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ കള്ളനാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നോ? എന്തിന് ഇവന്റെ അളിയൻ തന്നെ കള്ളനല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ടേ. എടാ, ആ ആന്റണിയെ കുറിച്ചിട്ട് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അവരടുത്ത് പോയിട്ടല്ലേ പൗഡർ എടുത്ത് കടം മേടിച്ചിരിക്കുന്നത്. ആദ്യം അവള് കടം മേടിച്ചത് നിനക്കറിയോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ്. ആ ഭാവമൊക്കെ കണ്ടിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അത് ശ്രുതിക്ക് അറിയില്ല എന്നുള്ള കാര്യം. ഒരു തവണ അല്ലടാ, 2-3 തവണ അവള് പണം മേടിച്ചിട്ടുണ്ട്. അവള് ശരിക്കും കോടീശ്വര വീട്ടിലെ പെണ്ണ് തന്നെയാണോ എന്നുള്ള കാര്യം നീ ഒന്ന് മനസ്സിലാക്കിക്കോ. കോടീശ്വര വീട്ടിലെ പെണ്ണ് അവൾ എന്തിനാണ് കടം മേടിക്കുന്നത്? അവൾ ശരിക്കും കോടീശ്വരി തന്നെയാണോ എന്നുള്ള കാര്യം നീ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിനക്കെന്താ ആ കാര്യത്തിൽ സംശയം എന്ന് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ശ്രുതി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എടാ, ശരിക്കും ഈ പൈസക്കാർക്കൊക്കെ ഉണ്ടല്ലോ ആരെടുത്തുനിന്നാണ് കടം മേടിക്കേണ്ടത് മേടിക്കാതിരിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഇനിയിപ്പോ ശ്രുതി കടം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും നന്നായിട്ട് അന്വേഷിച്ച് തന്നെയായിരിക്കും പണം മേടിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പണി നോക്കി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തിരികെ അകത്തേക്ക് തന്നെ പോവുകയാണേ. അല്ലടാ, നീയല്ലേ പുറത്തേക്ക് പോകാൻ വേണ്ടി പോയത്? നീ എന്താ വീട്ടിലേക്ക് കയറി പോകുന്നു എന്ന് സച്ചി ചോദിക്കുമ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും പോട്ടടാ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ ശ്രുതി അവിടുന്ന് കയറി പോകുന്നത്. അവരുടെ മുമ്പിൽ ടെൻഷൻ കാണിക്കാതെ നേരെ മുറിയിലേക്ക് അങ്ങ് ചെല്ലുവാണേ. അവന്റെ ആ പോക്കൊക്കെ കണ്ടിട്ട് എന്തായാലും ശ്രുതി ചേച്ചി കടം മേടിച്ചത് ശ്രുതിയേട്ടന് അറിയില്ല എന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നേരിട്ട് പോയി ചോദിച്ചാലും അവളുടെ അടുത്ത് ഇവൻ അടി കിട്ടുമല്ലോ, അതുകൊണ്ട് പേടിച്ചിട്ട് പോവായിരിക്കും എന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. എടാ, ഇവൻ അറിയാതെ തന്നെയാണ് അവൾ ഓരോരോ പണികൾ ചെയ്യുന്നത്. ഈ വാരാന്ത പതിപ്പില് ഓരോരോ ആഴ്ച ഓരോരോ കഥകൾ വരില്ലേ, അതുപോലെ തന്നെ ഓരോരോ ടെസ്റ്റ് നമ്മുടെ ശ്രുതിയുടെ കാര്യത്തിലും വരാൻ വേണ്ടി പോവുകയാണ്. ഓരോരോ ആഴ്ചയിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്ത് വരാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നൊക്കെയാണ് സച്ചി പറയുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ടെൻഷനിലാണ് ഉള്ളിലേക്ക് കയറി വരുന്നത്. ശ്രുതി ഫോണിൽ എന്തോ ടെക്സ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിക്കാനാണ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ആലോചിച്ചുകൊണ്ട് വരുമായിരുന്നു, അതിന് മാത്രം എന്താ ആലോചിക്കാനുള്ളതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ചുമ്മാ ആ സച്ചി എന്നെ ടെൻഷൻ അടിപ്പിച്ചു വിട്ടു. നിന്നെ അവൻ ടെൻഷൻ അടിപ്പിക്കുന്നു, എന്നെ ആ രേവതിയാണ്. അവൾ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ അവള് വെറുതെ ആവശ്യമില്ലാതെ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടപെടുന്നു. എന്ത് കാര്യത്തിലാന്ന് ശ്രുതി ചോദിക്കുമ്പോ അത് വിട്, സച്ചി നിന്റെ അടുത്ത് എന്താ പറഞ്ഞെന്ന് ചോദിക്കുവാണേ. അതിന് ഞാൻ അവളെ ചീത്ത വിളിക്കുകയും ചെയ്തു. അവക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ശരി, എനിക്ക് ഒരു കാര്യം അറിയണമെന്ന് പറയാണ് കേട്ടോ ശ്രുതി. എന്താന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ ശരിക്കും ഒരു കോടീശ്വരനാണോ? ശരിക്കും മലേഷ്യയിലെ വലിയൊരു ഫാമിലി ആണോ? ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ആദ്യമൊന്നും നെട്ടുന്നുണ്ടെങ്കിൽ പോലും എന്താ ശ്രുതി പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എല്ലാത്തിനും ഒരു കാരണമുണ്ട്. എന്ത് കാരണം? ആരോ നിന്റെ അടുത്ത് എന്തോ ചോദിച്ചിട്ടുണ്ട്. എല്ലാം ആ സച്ചി തന്നെയാണെന്ന് ശ്രുതിയും സമ്മതിച്ചു കൊടുക്കുവാണേ. ശരിക്കും നീ ഒരു കോടീശ്വര വീട്ടിലെ പെണ്ണ് തന്നെയാണോ എന്ന് അവന് ഡൗട്ടുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി ഇതുപോലത്തെ ഡൗട്ടൊക്കെ അവന് മാത്രമേ വരുള്ളൂ. അവൻ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ടാണോ നീ ഇവിടെ വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നത്? അല്ലെങ്കിലും ശ്രുതിക്ക് സ്വന്തമായെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എനിക്കും ബുദ്ധിയുണ്ട്. അവൻ ചോദിച്ചത് കൊണ്ട് ഞാൻ വന്നിട്ട് ചോദിക്കുമല്ല. ശരി, ഇതൊക്കെ എന്തായാലും വിട്ടേക്ക്. നീ ആ ആന്റണിയുടെ അടുത്ത് നിന്ന് പണം മേടിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാ ശ്രുതിക്ക് അറിയുന്നതെന്ന് ചോദിക്കുമ്പോ അതും സച്ചി തന്നെയാ പറഞ്ഞത്. അവന്റെ അളിയൻ ആ ആന്റണിയുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ഇത് കേട്ട ഉടൻ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അയ്യോ, ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതെ പോയല്ലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് നിൽക്കുന്നതോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. സച്ചി പറഞ്ഞതുപോലെ തന്നെ ശ്രുതിയുടെ ഓരോരോ കള്ളങ്ങളായിട്ട് ഇങ്ങനെ പൊളിയുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.